ശിവപെരുമാൾ ക്ഷേത്രനടയിൽ വെച്ചാണ് അർച്ചന ശ്രീഹരി ആദ്യമായി കാണുന്നത്. അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് ക്ഷേത്ര പടവുകൾ ഇറങ്ങി വരുമ്പോഴാണ് അവൾ ശ്രീഹരിയെ ആദ്യമായി കണ്ടത്. നീല ഷർട്ടും നീല കരയുള്ള മുണ്ടുമുടുത്ത് തൻ്റെ നേരെ ക്ഷേത്രപ്പടവുകൾ കയറി വരുന്ന ശ്രീഹരിയെ അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. തൻ്റെ മനസ്സിലുണ്ടായിരുന്ന പുരുഷ സങ്കല്പത്തിന് ജീവൻ വെച്ചതായിട്ടാണ് അവൾക്ക് തോന്നിയത്. തന്നെ മറികടന്നവൻ പോയതൊന്നും അവൾ അറിഞ്ഞില്ല. ഏതോ സ്വപ്നലോകത്തിൽ എന്ന പോലെ അവൾ സ്വയം മറന്നു നിന്നു. കണ്ട ആദ്യം മാത്രമേ തന്നെ അവൾക്ക് ശ്രീഹരിയെ ഇഷ്ടമായി കഴിഞ്ഞു. അവൾ പടവുകൾ ഇറങ്ങി താഴെ എത്തിയപ്പോൾ ചുണ്ടിൽ ചെറു പുഞ്ചിരിയുമായി നെറ്റിയിൽ ചന്ദനക്കുറിയും അണിഞ്ഞ് ശ്രീഹരി പടവുകൾ ഇറങ്ങി താഴെ വന്ന് ബൈക്കുമെടുത്ത് പോയി. ശ്രീഹരി കണ്ണിൽ നിന്നും മറയും വരെ അവൾ അവിടെ നോക്കി നിന്നു. പെട്ടെന്നാണ് അവൾക്ക് സ്ഥലകാല ബോധം ഉണ്ടായത്. വാച്ച് നോക്കിയപ്പോൾ സമയം 6:45. 7 മണിക്ക് ട്യൂഷൻ ക്ലാസ്സിൽ ബെല്ലടിക്കും. അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ട്യൂഷൻ ക്ലാസ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂളും. ഇനി നമുക്ക് അർച്ചനയെ പരിചയപ്പെടാം. അർച്ചന ഇപ്പോൾ +2 പഠിക്കുവാണ്. നല്ല പോലെ പഠിക്കും. ടീച്ചർമാർക്ക് വലിയ കാര്യവുമാണ്. അവൾ എന്നും എപ്പോഴും തനിച്ചായിരുന്നു. അവൾക്കങ്ങനെ അടുത്ത സുഹൃത്തുക്കളുമില്ല. എല്ലാവരോടും അവൾ ഒരുപോലെ മിണ്ടും, സഹായിക്കും. അവൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാൽ അവളത് പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാരോടാണ്. എല്ലാ കാര്യത്തിനും അവളെ സപ്പോർട്ട് ചെയ്യുന്നതും അധ്യാപകരാണ്. അവൾക്കൊരമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് അവൾ അപ്രതീക്ഷിതമായി ശ്രീഹരിയെ കാണുന്നത്. പിന്നീട് അവൾ പലപ്പോഴും അവനെ കാണാൻ തുടങ്ങി. അവനറിയാതെ ഒരുപാട് സ്നേഹിച്ചു. അവളുടെ മനസ്സിൽ മോഹമലരുകൾ മൊട്ടിട്ടു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അവളുടെ ജീവിതത്തിൽ ട്യൂഷൻ ക്ലാസ്സിലെ ഇംഗ്ലീഷ് സാറായി ശ്രീഹരി കടന്നു വന്നത്. ഇതുവരെ ശ്രീഹരിയെ കുറേ തവണ കണ്ടുവെന്നല്ലാതെ അവൾക്ക് അവനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു, പേര് പോലും. അധ്യാപകനായി വന്നപ്പോഴാണ് അവൾ ശ്രീഹരിയെ അടുത്തറിയുന്നത്. നന്നായിട്ട് പഠിപ്പിക്കും, എല്ലാവർക്കും ഇഷ്ടവുമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ശ്രീഹരി എല്ലാവർക്കും പ്രിയപ്പെട്ട മാഷായി. പക്ഷെ അർച്ചനയുടെ മനസ്സിൽ സങ്കടം അലതല്ലുകയായിരുന്നു. വിദ്യ പകർന്നു തരുന്ന മാഷിനെ വേറൊരു രീതിയിൽ കാണുക ശരിയല്ലല്ലോ. തൻ്റെ മനസ്സിലെ ആഗ്രഹവും സ്വപ്നങ്ങളും അവൾ ഊതിക്കെടുത്തി സ്വയം അടക്കി പിടിച്ചു. എന്നാൽ സഹപാഠികൾ അവളുടെ മനസ്സിൽ പ്രണയത്തിൻ്റെ വിത്തുകൾ പാകി. വന്ന നാൾ മുതൽ തന്നെ ശ്രീഹരി സാറിന് അർച്ചനയോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. സഹപാഠികൾ ഇടയ്ക്കിങ്ങനെ പറഞ്ഞ് അവളെ കളിയാക്കും. ശരിയായിരുന്നു, അവർക്കിടയിൽ പരസ്പരം പറയാത്ത എന്തോ ഒരു ആകർഷണം. ക്ലാസ് എടുക്കുമ്പോഴും നോട്ട്സ് പറയുമ്പോഴും അവരുടെ കണ്ണുകൾ മറ്റുള്ളവർ കാണാതെ പരസ്പരം ഉടക്കുന്നുണ്ട്. വീണ്ടും അവളുടെ മനസ്സിൽ പ്രണയം മുട്ടിട്ടു. അവൻ്റെയും ആരും അറിയാതെ, ആരോടും പറയാതെ അവർ ആ ഇഷ്ടം അവർക്കിടയിൽ ഒളിപ്പിച്ചു. എന്നിട്ടും സഹപാഠികൾക്കും മറ്റുള്ളവർക്കും സംശയം നിഴലിച്ചു. അവൾ അറിയാതെ അവൻ അവളെ നോക്കുന്നതും അവളോടുള്ള പ്രത്യേക പരിഗണനയുമൊക്കെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അർച്ചനയ്ക്ക് ശ്രീഹരി സ്വന്തം ജീവനേക്കാൾ വലുതായിരുന്നു. അവൾ അവനെ സ്നേഹത്തോടെ ഹരിയേട്ടാന്ന് വിളിച്ചു. അവളുടെ ഹരിയേട്ടന് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ അവൾ റെഡിയാണ്. അവനു വേണ്ടി അവൾ എന്തും ചെയ്യും. അത്രയ്ക്ക് അവൾ അവനെ സ്നേഹിച്ചു. അവനും അവളെ ഇഷ്ടമായിരുന്നു. ഹരിയുടെ കടന്നുവരവ് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. താൻ ഒറ്റയ്ക്കാണ്, തനിക്ക് ആരുമില്ല എന്ന ചിന്ത അവളെ വിട്ടൊഴിഞ്ഞു. പഴയതിലും ഉത്സാഹവതിയായി അവൾ. കുറച്ചുകൂടെ നന്നായി അവൾ പഠിത്തത്തിൽ ശ്രദ്ധ കൊടുത്തു. ഹരി എപ്പോഴും പറയും, അച്ചു ഞാൻ കാരണം നിന്റെ പഠിത്തം ഉഴപ്പല്ല്, നീ നന്നായി പഠിക്കണമെന്ന്. അവൻ എന്തു പറഞ്ഞാലും അവൾ അനുസരിക്കും. അവളുടെ ഹരിയേട്ടൻ പറഞ്ഞതുപോലെ അവൾ പഴയതിലും കൂടുതൽ നന്നായി പഠിച്ചു. ഒരിക്കലും എന്നെ പകുതിക്ക് ഉപേക്ഷിച്ചു പോകരുതെന്ന് അവൾ അവനോട് പറയും. ഹരിയേട്ടൻ കൂടെയുണ്ടെങ്കിൽ എനിക്ക് നല്ല ആത്മവിശ്വാസമാണ്. ഹരിയേട്ടൻ കൂടെയുണ്ടെങ്കിൽ ഞാൻ എന്നും ഹാപ്പിയാണ്. അർച്ചന ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ശ്രീഹരി മൂളുക മാത്രം ചെയ്യും. അവളെ അലട്ടിയിരുന്ന ഏറ്റവും വലിയ സങ്കടം ഒരിക്കൽ പോലും അവൻ അവളെ വിവാഹം ചെയ്തോളാമെന്ന് പറഞ്ഞിരുന്നില്ല. അവനവളെ ഇഷ്ടമാണ്. പക്ഷെ ആദ്യമേ അവൻ അവളോട് പറഞ്ഞത് തനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലെന്നാണ്. ഇക്കാര്യത്തെപ്പറ്റി മാത്രമാണ് അവളുടെ സങ്കടം. അതൊക്കെ മാറുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. +2 നല്ല മാർക്കോടെ റാങ്ക് മേടിച്ച് അർച്ചന പാസ്സായി. തുടർന്നവൾ ഡിഗ്രിക്ക് ചേർന്ന സമയം അവളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം തെറ്റിക്കൊണ്ടിരുന്നു.
ഒരു ദിവസം ശ്രീഹരി പറഞ്ഞ അവളോട് നമുക്ക് ഈ റിലേഷൻ ഇവിടുന്ന് നിർത്താമെന്ന്. ഒരിക്കലും വീട്ടുകാർ ഇഷ്ടത്തെ എതിർക്കാൻ പറ്റില്ല. എൻ്റെ ചേട്ടൻ്റെ വിവാഹം ലവ് മാരേജ് ആയിരുന്നു. എൻ്റെ കാര്യത്തിലെങ്കിലും അവർക്ക് അവരുടെ ഇഷ്ടം പോലെ നടത്താൻ ആഗ്രഹമുണ്ട്. അവരുടെ പ്രതീക്ഷ ഞാനാണ്. എനിക്ക് നിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞ് അവരോട് നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാൻ വയ്യ. അവരുടെ ഇഷ്ടത്തിന് നടക്കുന്ന വിവാഹമാണ് എനിക്കും ഇഷ്ടം. ഒരു അറേഞ്ച് മാരേജ്. ചേട്ടനെപ്പോലെ ഞാനും എൻ്റെ ഇഷ്ടത്തിന് പെണ്ണ് കണ്ടെത്തിയാൽ അതവരെ വിഷമിപ്പിക്കും. അവരെ നിരാശപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. നമുക്ക് ഫ്രണ്ട്സായിട്ടിരിക്കാം. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ വിവാഹകാര്യം ഉറപ്പു പറയാൻ പറ്റില്ലെന്ന്. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൻ്റെ കാല് പിടിച്ച് യാചിച്ചു, കെഞ്ചി, ഹരിയേട്ടാ എന്നെ ഉപേക്ഷിക്കല്ല് പ്ലീസ്. ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ, നല്ല സ്നേഹമായിരുന്നല്ലോ. ഇന്നിപ്പോൾ എന്താ പെട്ടെന്ന് പറ്റിയേ? ഹരിയേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ. എന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ സാരില്ല. ഹരിയേട്ടൻ്റെ വിവാഹം വരെ എന്നെ ഇതുപോലെ സ്നേഹിച്ചോടെ. എൻ്റെ ശക്തിയും ധൈര്യവും ഒക്കെ ഹരിയേട്ടനാണ്. ഹരിയേട്ടനില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും. പകുതിക്ക് ഉപേക്ഷിച്ച് പോകല്ലേ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ ശ്രീഹരിയുടെ തീരുമാനത്തിൽ മാറ്റമില്ലായിരുന്നു. തൻ്റെ വീട്ടുകാരെ വിഷമിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ തനിക്ക് പറ്റില്ലെന്നവൻ തീർത്തു പറഞ്ഞു. ഹരിയേട്ടൻ്റെ വീട്ടുകാരെ ഞാൻ വന്ന് കാണാം. എനിക്കൊരു സർക്കാർ ജോലി കിട്ടും വരെ കാത്തിരിക്കൂ. ഡിഗ്രി കഴിയുമ്പോൾ ഞാൻ എന്തായാലും ഒരു ജോലി മേടിക്കും. എന്നിട്ട് ഹരിയേട്ടൻ്റെ അമ്മയെ കണ്ട് എനിക്ക് ഹരിയേട്ടനെ ഇഷ്ടമാണെന്ന് പറയാം. എൻ്റെ വീട്ടുകാരുടെ മുൻപിൽ എന്നെ നാണം കെടുത്താനാണോ നിൻ്റെ ഉദ്ദേശം? അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ എന്നെ ആരും കാണില്ല. ഒന്നുകിൽ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ മരിച്ചു കളയും. ശ്രീഹരിയുടെ വാക്കുകൾ കേട്ട് അർച്ചന ഞെട്ടിപ്പോയി. ഇത്ര പെട്ടെന്ന് എന്നെ വെറുക്കുകയും ചെയ്തോ? അതിന് മാത്രം എന്തുണ്ടായി? ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാണല്ലോ. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ പട്ടിയെപ്പോലെ അവൻ്റെ കാല് പിടിച്ച് പിറകെ നടന്നു. പക്ഷെ അവൻ അവളെ ഒഴിവാക്കി. അവൻ്റെ ഓർമ്മകൾ അവളെ ഓരോ ദിവസവും വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. സങ്കടം സഹിക്ക വയ്യാതെ വന്നപ്പോൾ ഒരു ദിവസം അവൾ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ആയുസ്സുള്ളോണ്ട് മരിച്ചില്ല. അവളിങ്ങനെ ശ്രമിച്ചതറിഞ്ഞ് ശ്രീഹരി പിന്നെ അവളോട് ഒട്ടും മിണ്ടാതായി. അവളുടെ മെസ്സേജുകൾ അവൻ നോക്കാതായി. കോൾ അറ്റൻഡ് ചെയ്യാതെയായി. പൂർണ്ണമായും അവൻ അവളെ ഒഴിവാക്കി. നീ ഒരു സൈക്കോയാണ്, അവൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അവനെ പിരിയാൻ വയ്യാത്തതിന് അവൾ നിരന്തരം അവനോട് വഴക്കിട്ടു. ഇത് കാരണം അവൻ അവളെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ബ്ലോക്ക് ചെയ്തു. കോൾ ചെയ്താലും കട്ട് ചെയ്യും. ശ്രീഹരിയുടെ ഒറ്റ സുഹൃത്തായ അവൻ്റെ മിക്ക കാര്യം അറിയുന്ന സുധീഷിന്. അവൾക്കറിയാം, സുധീഷിനെ പറ്റി ശ്രീഹരി അവളോട് മുൻപ് പറഞ്ഞിട്ടുണ്ട്. സ്വന്തമായി ഒരു അനിയത്തിക്കുട്ടി ഇല്ലാത്തതിനാൽ സുധീഷിന് അർച്ചന സ്വന്തം പെങ്ങളെപ്പോലെയാണെന്നും അവൾക്ക് നല്ലൊരു ആങ്ങളെയുമായിരുന്നു സുധീഷ്. അവൾ സുധീഷിനോട് എല്ലാ കാര്യവും പറഞ്ഞു. സുധീഷിനെ കൊണ്ട് ശ്രീഹരിയോട് ബ്ലോക്ക് മാറ്റാൻ പറയിപ്പിച്ചു. കാല് പിടിച്ച് കെഞ്ചി. ഇനി ഒരിക്കലും ശല്യം ചെയ്തില്ല, ഫ്രണ്ടായിട്ട് കണ്ടോളാമെന്നൊക്കെ. ലാസ്റ്റ് അവൻ ബ്ലോക്ക് മാറ്റി. പക്ഷെ പിന്നീട് അവന് മെസ്സേജ് അയച്ച് ശല്യം ചെയ്തില്ല. അതിനോടകം അവൾ മനസ്സിലാക്കിയിരുന്നു ശ്രീഹരിക്ക് താൻ ആരുമല്ലാതായി. ഒരിക്കലും ആത്മാർത്ഥമായി അവൻ അവളെ സ്നേഹിച്ചിരുന്നില്ല. എല്ലാം ഒരു ടൈം പാസ്. ഒഴിവാക്കാൻ തോന്നിയപ്പോൾ ഒരു കാരണം കണ്ടെത്തി ഒഴിവാക്കി. സത്യം മനസ്സിലാക്കിയപ്പോൾ നെഞ്ചു പൊട്ടിയവൾ കരഞ്ഞു. തൻ്റെ സ്നേഹത്തിനൊരു വിലയുമില്ലായിരുന്നുവെന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങളായിരുന്നു അവൾക്കത്. ഒരു പട്ടിയുടെ വില പോലും തരാത്ത ശ്രീഹരിയോട് അവൾക്കൊന്നും പറയാനില്ല. ഇനി അവനൊരു ശല്യമാകാതിരിക്കാൻ അവൻ്റെ ജീവിതത്തിൽ നിന്നും അർച്ചന വഴിമാറിക്കൊടുത്തു. അവൻ്റെ മനസ്സിൽ തനിക്കൊരു വിലയുമില്ലായിരുന്നു എന്നത് അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറം. ഒരുപാട് ആലോചിച്ച് അവൾ മനസ്സിലൊരു തീരുമാനമെടുത്തു. നന്നായിട്ട് പഠിച്ച് ജോലി വാങ്ങി അമ്മയെ നോക്കണം. ഇനിയൊരു വിവാഹ ജീവിതം വേണ്ടെന്ന് അവൾ തീരുമാനിച്ചു. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചുപോയി. അന്ന് തൊട്ട് ഇന്നുവരെ ഒരുപാട് കഷ്ടപ്പെടുത്തിയാണ് അമ്മ വളർത്തി വലുതാക്കിയത്. അതുകൊണ്ട് ഇനിയുള്ള തൻ്റെ ജീവിതം അമ്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. തൻ്റെ പഴയ ഭൂതകാലം അവൾ ഹൃദയത്തിൻ്റെ കോണിൽ മാറ്റിവെച്ചിട്ട്
കഷ്ടപ്പെട്ട് പഠിച്ച് അതിൻ്റെ കൂടെ തന്നെ അവൾ ജോലിക്കും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഏകയായി ഇരിക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് ശ്രീഹരിയോടൊപ്പമുള്ള വർണ്ണ പകിട്ടേടിയ ഓർമ്മകൾ കടന്നു വരും. 3 വർഷം കഴിഞ്ഞു. അർച്ചന ഡിഗ്രി പാസ്സായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തികച്ചും അവിചാരിതമായി അർച്ചന ശ്രീഹരിയെ കണ്ടുമുട്ടി. പഴയ ഓർമ്മകൾ അപ്പോഴും അവൾ മനസ്സിൽ താലോചിച്ചുകൊണ്ടിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം തികച്ചും അപ്രതീക്ഷിതമായ ആ കണ്ടുമുട്ടൽ അവരുടെ മനസ്സും ശരീരവും കൊണ്ടുള്ള സമാഗമത്തിന് സാക്ഷിയായി. അർച്ചനയുടെ മനസ്സിൽ എന്നും ശ്രീഹരിയോട് ഇഷ്ടം മാത്രമായിരുന്നു. ഒരിക്കലും അവൾ അവനെ വെറുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളിൽ ഒരെതിർപ്പും ഉണ്ടായിരുന്നില്ല. ആ സമയം അർച്ചന പൂർണ്ണമായി ഒരു പെണ്ണായി മാറി. അവനോടുള്ള ഇഷ്ടം അപ്പോഴും ഒരു കോട്ടവും തട്ടാതെ ഹൃദയത്തിനുള്ളിൽ കൊണ്ടു നടന്നു. അവൻ്റെ കരലാളനങ്ങൾ ഒരുപാട് കൊതിച്ചു പോയിരുന്നു. അർച്ചനയുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടുകളാൽ കോർത്തെടുത്തു. നെറ്റിയിലും കവളിലും ചുണ്ടിലും അവൻ തെരെ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അവൾ ഉൾപ്പുളകത്താൽ ശ്രീഹരിയെ ചുറ്റിപ്പിടിച്ചു. ഇടത് കൈ കൊണ്ട് അവളെ അവൻ തന്നിലേക്ക് അടുപ്പിച്ചു. അപ്പോഴേക്കും അർച്ചനയെ അവൻ്റെ കരവലയത്തിലാക്കി കഴിഞ്ഞു. അവനവളെ ബെഡിലേക്ക് കിടത്തി അവളുടെ സാരി മാറ്റി ആളിലെ വയറി ചുംബിക്കുമ്പോൾ അർച്ചന കണ്ണുകൾ ഇറുക്കിയടിച്ചു. പതിയെ അർച്ചന ശ്രീഹരിയിലേക്ക് ലയിച്ചു ചേർന്നു. ആ നിമിഷം അവളും അതേറെ ആഗ്രഹിച്ചു പോയിരുന്നു. ചെയ്തു പോയത് വലിയ തെറ്റായിരുന്നുവെന്ന് അവൾക്ക് ബോധ്യമായി. എന്നാൽ ഒരിക്കൽ പറ്റിയ ആ തെറ്റ് പിന്നീട് തിരുത്താൻ പറ്റാത്ത ഒരു വലിയ തെറ്റായി മാറിയെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ 1.5 മാസം പിന്നിട്ടു. ഒരു നടുക്കത്തോടെയാണ് അവൾ ആ സത്യം ഉൾക്കൊണ്ടത്. താൻ 1.5 മാസം ഗർഭിണിയാണെന്നത്. എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. ആ സമയത്താണ് മറ്റൊരു സന്തോഷ വാർത്ത അവളെ തേടിയെത്തുന്നത്. റെയിൽവേയിൽ അവൾക്ക് ജോലി കിട്ടി. അപ്പോയിൻമെൻറ്റ് ലെറ്ററും കൂടെയുണ്ട്. അടുത്ത മാസം ചെന്നൈയിൽ വരുന്ന. ചെന്നൈ ചെന്നിട്ട് 3-ാം തീയതി ജോയിൻ ചെയ്യണം. ആ സന്തോഷ വാർത്തയ്ക്കിടയിൽ അവൾ മറ്റെല്ലാം മറന്നു. ജോലി കിട്ടിയ വിവരം അമ്മയെ അറിയിക്കാനായി അവൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അവിടെ അവളെ കാത്തിരുന്നത് മറ്റൊരു വലിയ ദുരന്തമായിരുന്നു. അമ്മയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. നിർഭാഗ്യവശാൽ അവളെ തനിച്ചാക്കി അവളുടെ അമ്മ പോയി. ജോലി കിട്ടിയ കാര്യം പോലും അമ്മയെ അറിയിക്കാൻ പറ്റിയില്ല. അതിനു മുൻപേ അമ്മ അവളെ തനിച്ചാക്കി അകന്നു. എല്ലാം ഒരു ദുസ്വപ്നം പോലെ നടന്നു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുൻപിൽ അവൾ പകച്ചു നിന്നു. പെട്ടെന്നുണ്ടായ അമ്മയുടെ മരണത്തിൻ്റെ ഷോക്ക് മാറാൻ ദിവസങ്ങൾ വേണ്ടി വന്നവൾക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മനസ്സൊന്ന് ശാന്തമായപ്പോൾ അവൾ ശ്രീഹരിയെ ഫോൺ വിളിച്ചു. റിങ് ചെയ്ത് തീരാറായപ്പോഴാണ് ശ്രീ ഫോൺ എടുത്തത്. ഹലോ ഹരിയേട്ടാ. തേങ്ങലോടെ അവൾ വിളിച്ചു. എന്താ വിളിച്ചേ? എൻ്റെ അമ്മ മരിച്ചു. അവളുടെ ശബ്ദമിടറി. ഞെട്ടലായിപ്പോയി ശ്രീഹരിക്ക്. എപ്പോ? എങ്ങനെ? കുറച്ച് ദിവസമായി. എന്താ അപ്പം അറിയിക്കാഞ്ഞത്? അന്ന് അങ്ങനൊരു മാനസികാവസ്ഥയല്ലായിരുന്നു. എങ്ങനെ മരിച്ചു? പെട്ടെന്ന് നെഞ്ചുവേദന വന്നു. ഹോസ്പിറ്റലിലാക്കിയതാണ്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിൽ തനിച്ചല്ലേ? അതെ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ? അവൾ വിക്കി കാര്യം പറഞ്ഞു. ഞാൻ 1.5 മാസം പ്രഗ്നൻ്റ് ആണ് ഹരിയേട്ട. എന്നെ കൈയൊഴിയില്ല. ഫോണിൻ്റെ മറുതലയ്ക്കൽ നിശബ്ദതയായിരുന്നു. ഹലോ. അവൾ വിളിച്ചു. നീ പറഞ്ഞത് സത്യമാണോ? അതെ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ജോലി നേടാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. എനിക്കിത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. ഒരിക്കൽ നമുക്കിടയിൽ തെറ്റ് സംഭവിച്ചു. ബട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ലടോ. ഞാൻ നിന്നെ വിവാഹം ചെയ്യാൻ വേണ്ടി നീ കള്ളം പറയുന്നതാവും. ഇനി ഇതും പറഞ്ഞ് എന്നെ നീ മേലിൽ വിളിക്കരുത്. ഇത്രയ്ക്ക് തരം താഴെ നിനക്ക് എങ്ങനെ തോന്നിയടി? എന്തൊക്കെ പറഞ്ഞാലും നിന്നെ വിവാഹം ചെയ്യാൻ പറ്റില്ല. ഇതുപോലുള്ള ഒരു നുണക്കഥകളും എന്നെ വിശ്വസിപ്പിക്കാനും ശ്രമിക്കരുത്. ശ്രീഹരി ഫോൺ കട്ട് ചെയ്തു. ഫോൺ കാതോട് ചേർത്ത് അർച്ചന വിറങ്ങലിച്ചു നിന്നു. ചുടുകണ്ണുനീർ ഇറ്റിറ്റ് വീണു. മുഖം പൊത്തി കുറേയേറെ നേരം കരഞ്ഞു. ആകെ ഉണ്ടായിരുന്ന അമ്മ പോയി. ആരുമില്ലാതെ ഒറ്റയ്ക്ക്
വയറ്റിലൊരു കുഞ്ഞും. സങ്കടം തീരും വരെ അവൾ കരഞ്ഞു. പറഞ്ഞ തീയതിക്ക് തന്നെ അവൾ പുതിയ ജോലി പ്രവേശിച്ചു. പഴയതൊക്കെ മറന്ന് പുതിയ നഗരത്തിൽ പുതിയ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിലും പഴയതിൻ്റെ ഓർമ്മയായി അവളുടെ വയറ്റിൽ പുതിയൊരു ജീവൻ വളർന്നുകൊണ്ടിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കാൻ മടുപ്പുള്ളതിനാൽ തനിക്ക് കൂട്ടായി ഒരാളെ കൂടി താമസിപ്പിച്ചു. ഏകദേശം അർച്ചനയുടെ അമ്മയുടെ പ്രായം വരുന്ന ഒരു സ്ത്രീ. പേര് സുധാമണി. സുധാമണി അർച്ചനയ്ക്ക് സ്വന്തം അമ്മയെപ്പോലായിരുന്നു. ആരോരുമില്ലാത്ത അവർക്കും അർച്ചന സ്വന്തം മകൾ തന്നെയായിരുന്നു. സ്വന്തം മക്കളൊക്കെ വളർന്ന് ഉദ്യോഗസ്ഥരായപ്പോൾ അവർക്ക് സ്വന്തം അമ്മ ഭാരമായി തുടങ്ങി. ഒരു ദിവസം വീട്ടിൽ മരുമകളുടെ ആട്ടുംതുപ്പ് സഹിക്ക വയ്യാതെ വീട് വിട്ട് അവരിറങ്ങിപ്പോന്നത്. പോരും വഴിക്കാണ് റോഡിൽ തലകറങ്ങി വീഴുന്ന അർച്ചനയെ സുധാമണി കാണുന്നതും അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും. തുടർന്ന് ആശുപത്രിയിൽ നിന്ന് പോരുമ്പോൾ അർച്ചന തനിക്ക് കൂട്ടായി അവരെയും കൂടെ കൂട്ടി. പിന്നീട് അങ്ങോട്ട് അവൾക്ക് ഒരമ്മയുടെ എല്ലാ സ്നേഹവും സംരക്ഷണവും സുധാമണി നൽകി. അവൾ അത്രമേൽ സന്തോഷിക്കുന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ്. പ്രസവത്തിന് ഇനി 7 മാസമുണ്ട്. പുതിയ നഗരത്തിലെ ജീവിതവുമായി അവൾ പൊരുത്തപ്പെട്ടു. അങ്ങനെ ഇരിക്കെയാണ് നാട്ടിൽ ശ്രീഹരിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. 3-4 മാസത്തോളം ശ്രീഹരി ആശുപത്രി ചികിത്സയിലായിരുന്നു. ഇതൊന്നും അർച്ചന അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നിറവയറോടെ ആണെങ്കിലും അവൾ തൻ്റെ ഹരിയേട്ടനെ കാണാൻ ഓടിയെത്തിയേനെ. മെല്ലെ മെല്ലെ ശ്രീഹരിക്ക് ശരീരത്തിനേറ്റ പരിക്കുകളൊക്കെ മാറി തുടങ്ങി. അവൻ ആരോഗ്യം വീണ്ടെടുത്തു. ശ്രീഹരിയെ ഓർക്കാത്ത ഒരു ദിവസം പോലും അർച്ചനയുടെ ജീവിതത്തിലില്ലായിരുന്നു. എന്നാൽ ശ്രീഹരി അവളെ പാടയെ മറന്നു കഴിഞ്ഞു. കൗമാരപ്രായത്തിൽ ചോരത്തിളപ്പിലുണ്ടായ ഒരു പ്രണയബന്ധം, വെറും ടൈം പാസ്. അപ്പോഴത്തെ ഒരു ആവേശം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീഹരിക്ക് അർച്ചനയുമായിട്ടുള്ള ബന്ധം അവൻ ഒരിക്കലും സീരിയസായി കണ്ടിരുന്നില്ല. അതുകൊണ്ട് അവളെ മറന്നതും എടുത്തു പറയാനുമില്ല. നല്ല സ്ത്രീധനം വാങ്ങി വിവാഹം കഴിക്കണമെന്നാണ് അവൻ്റെ മനസ്സിൽ. അതവൾ അറിഞ്ഞിരുന്നില്ല. അർച്ചനയുടെ പ്രസവം അടുത്തുകൊണ്ടിരുന്നു. പറഞ്ഞ ഡേറ്റിന് 3 ദിവസം മുൻപ് അർച്ചന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പ്രസവവേദന തുടങ്ങിയപ്പോൾ അവളെ ലേബർ റൂമിലേക്ക് മാറ്റി. ഏതൊരു പെണ്ണും ആ സമയം ആഗ്രഹിക്കുന്നത് തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സാമീപ്യമാണ്. പക്ഷെ അവൾക്കത് ആഗ്രഹിക്കാൻ മാത്രമല്ലേ സാധിക്കൂ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അർച്ചന പ്രസവിച്ചു. 2 ഇരട്ട കുഞ്ഞുങ്ങൾ. ഓമനത്വമുള്ള ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. അതേസമയം നാട്ടിൽ ശ്രീഹരിക്ക് താൻ ആഗ്രഹിച്ച പോലെ ഒരു സർക്കാർ ജോലി ലഭിച്ചു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്. താൻ പ്രസവിച്ച വിവരം ശ്രീഹരിയെ വിളിച്ചു പറയണോ എന്ന് അവൾ ആലോചിച്ചു. പറഞ്ഞാലും വിശ്വസിക്കുമോ? ചിലപ്പോൾ ഇനി വീണ്ടും അന്നത്തെപ്പോലെ എന്തെങ്കിലും പറഞ്ഞ് മുഷിയേണ്ടി വന്നാലോ? അവൾ വിളിച്ചു പറയേണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. പക്ഷെ എന്തുകൊണ്ടോ അവൾക്ക് ശ്രീഹരിയെ വിളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ശബ്ദമെങ്കിലും കേൾക്കാൻ അവളുടെ മനസ്സ് വല്ലാതെ കൊതിച്ചു. അവൾ ഫോണെടുത്ത് ശ്രീഹരിയുടെ നമ്പർ ഡയൽ ചെയ്തു. മറുതലക്കൽ റിങ് കേൾക്കുന്നുണ്ടായിരുന്നു. ഹലോ. ശ്രീഹരി ഫോണെടുത്തു. ഹരിയേട്ടാ. സോറി, ആരാണ്? മനസ്സിലായില്ല. നിങ്ങളെ ആരാണ് ഹരിയേട്ടാന്ന് വിളിക്കാറുള്ളത്? മറുതലക്കിൽ ഒരു നിമിഷം നിശബ്ദത. അച്ചു, നീയോ? ആ അതെ. എൻ്റെ പേര് മറന്നില്ലല്ലോ. എന്താ ഇപ്പോൾ പെട്ടെന്ന് വിളിച്ചത്? വെറുതെ ഹരിയേട്ടൻ്റെ സുഖവിവരം അറിയാൻ. എനിക്ക് സുഖം തന്നെയാണ്. എൻ്റെ വിവാഹം ഉറപ്പിച്ചു. അടുത്ത മാസം 7-ന്. നീ എവിടാ? എന്ത് ചെയ്യുന്നു? സുഖമാണോ നിനക്ക്? അവളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാതുകൾ കൊട്ടിയടയ്ക്കപ്പെട്ട പോലെ തോന്നി അവൾക്ക്. ഒന്നും പറയാതെ അവൾ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ശ്രീഹരിയുടെ ഫേസ്ബുക്കിൽ നിന്നും അവൾ അവൻ്റെ വിവാഹ ഫോട്ടോയും ജോലി കിട്ടിയതും ഒക്കെ അറിഞ്ഞു. അവൾ കരഞ്ഞില്ല, പകരം സന്തോഷിച്ചു. ഹരിയേട്ടൻ ആഗ്രഹിച്ച പോലെ ജോലിയും പിന്നെ വീട്ടുകാരുടെ ഇഷ്ടത്തോടെയുള്ള കല്യാണവും ഒക്കെ നടന്നല്ലോ എന്ന്. എന്നാലും ഹരിയേട്ടൻ 2 കുട്ടികളുടെ അച്ഛനാണെന്നുള്ള സത്യം അറിയിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. പക്ഷെ അതെങ്ങനെ അറിയിക്കുമെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്കൊരു വഴി കണ്ടെത്താനായില്ല. വിളിച്ചു പറയാൻ അവളെക്കൊണ്ട് പറ്റില്ലായിരുന്നു. സ്വന്തം മക്കളെ കണ്ടാൽ അതൊരിക്കലും തൻ്റെ അല്ലെന്ന് പറയാൻ
ഹരിയേട്ടന് കഴിയില്ല. രണ്ടുപേരും ഹരിയേട്ടൻ്റെ തനിപ്പകർപ്പാണ്. ഒരു നോക്ക് കണ്ടാൽ ആർക്കും ഒന്ന് എടുക്കാൻ തോന്നും. അത്രയ്ക്ക് ഓമനത്തുമുള്ള കുഞ്ഞുങ്ങളാണ്. പക്ഷേ ഈ കാര്യം എങ്ങനെ ഹരിയെ അറിയിക്കുമെന്ന് അവൾ ആലോചിച്ചു. അവൾ ഫേസ്ബുക്കിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കാമെന്ന് തീരുമാനിച്ചു. ഞാനിപ്പോൾ ഹരിയേട്ടൻ്റെ 2 കുട്ടികളുടെ അമ്മയാണ്. ഹരിയേട്ടന് ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നു. ഒരാണും ഒരു പെൺകുഞ്ഞും. അന്ന് ഞാൻ വിളിച്ചത് ഞാൻ പ്രസവിച്ച കാര്യം അറിയിക്കാനാണ്. പക്ഷെ പെട്ടെന്ന് വിവാഹകാര്യം കേട്ടപ്പോൾ പറയാൻ കഴിഞ്ഞില്ല. പിന്നെ വിചാരിച്ചു അറിയിക്കണ്ടെന്ന്. പിന്നീട് ആലോചിച്ചപ്പോൾ ഇത് ഹരിയേട്ടൻ അറിയണമെന്ന് എനിക്ക് തോന്നി. അവരുടെ അമ്മ എന്ന നിലയിൽ എൻ്റെ കടമയാണ്. അച്ഛനായോണ്ട് ഹരിയേട്ടനും ഇത് അറിഞ്ഞിരിക്കണം. ഹരിയേട്ടനിൽ ഒരു അവകാശവും പറഞ്ഞ് ഞാൻ വരില്ല. പക്ഷേ ഇത് ഹരിയേട്ടൻ്റെ മക്കളാണ്. എനിക്ക് ഹരിയേട്ടനിലുണ്ടായത്. എന്നെ ഉപേക്ഷിച്ച് എന്നെ ഒറ്റയ്ക്കാക്കി നിങ്ങൾ മറ്റൊരു ബന്ധത്തിലായെങ്കിലും എനിക്ക് കൂട്ടിന് ഹരിയേട്ടൻ്റെ 2 മക്കളുണ്ട്. ഹരിയേട്ടൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനവുമില്ലായിരുന്നു. എന്നെ സ്നേഹിച്ചിട്ടുമില്ല. വെറും വിട്ടിവേഷം കെട്ടുകയായിരുന്നു ഞാൻ. ഒരിക്കലും ഒരു അവകാശവും പറഞ്ഞ് ഞാൻ വരില്ല. ഹരിയേട്ടൻ ആഗ്രഹിച്ച ജീവിതം കിട്ടിയതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. വോയിസിൻ്റെ കൂടെ അവൾ കുട്ടികളുടെ ഫോട്ടോയും അയച്ചു. എന്നാൽ ശ്രീഹരി അവളുടെ മെസ്സേജ് കണ്ടതേയില്ല. പണ്ടും അവളുടെ മെസ്സേജ് അവൻ നോക്കാറില്ല. അവളെ എന്നും ഒഴിവാക്കാൻ മാത്രമേ ശ്രീഹരി ശ്രമിച്ചിരുന്നുള്ളൂ. അവളും അവനെ വിളിച്ചില്ല. വീണ്ടും ഒരു ശല്യമായിട്ട് തോന്നാൻ പാടില്ലല്ലോ. 1.5 വർഷത്തിന് ശേഷം അർച്ചനയ്ക്ക് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി. അന്ന് അവിടുന്ന് ചെന്നൈയിൽ വന്ന ശേഷം അവൾ ഒരിക്കൽ പോലും തിരുവനന്തപുരത്തേക്ക് വന്നിട്ടില്ല. വീണ്ടും 1.5 വർഷങ്ങൾക്ക് ശേഷം അവൾ തിരിച്ച് ട്രാൻസ്ഫർ കിട്ടി സ്വന്തം നാട്ടിലേക്ക് വന്നു. കുട്ടികൾക്കൊരു വയസ്സ് കഴിഞ്ഞിരുന്നു. നാട്ടിലേക്കുള്ള തിരിച്ചുവരവ് അവളുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ കൊണ്ടുവന്നു. ദിവസങ്ങൾ പിന്നിട്ടു. ഒരു ദിവസം വളരെ അവിചാരിതമായി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അർച്ചന ശ്രീഹരിയെ കണ്ടുമുട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ കണ്ടിട്ടുള്ള ശ്രീഹരി ആയിരുന്നില്ല ഇപ്പോൾ തൻ്റെ മുൻപിലെന്ന് അവൾക്ക് തോന്നി. താടിയൊക്കെ വളർത്തി, മുടി കോതി ഒതുക്കാതെ അലസമായി കിടക്കുന്നു. പിന്നെ ഭംഗിയില്ലാത്ത വസ്ത്രധാരണവും. ആകെ ഒരു മാറ്റം. വിഷാദ രോഗം ബാധിച്ച പോലെ. അവൾക്ക് ഈ കോലം കണ്ട് വിശ്വസിക്കാനായില്ല. ഇതെന്തു പറ്റിയെന്ന് അവൾ ചിന്തിച്ചു. 2 പേരും കുറച്ച് നിമിഷങ്ങൾ ഒന്നും പറയാതെ പരസ്പരം നോക്കി നിന്നു. അവൻ്റെ വാടി ക്ഷീണിച്ച മുഖം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവനൊന്നും കഴിച്ചിട്ടില്ലെന്ന്. എന്തെങ്കിലും കഴിച്ചോ? സ്നേഹത്തോടെ അവൾ ചോദിച്ചു. ഇല്ല. അവൾ അവൻ്റെ കയ്യും പിടിച്ച് റെയിൽവേ ക്യാൻറ്റീനിലേക്ക് പോയി. തിരക്കില്ലാത്ത ഒഴിഞ്ഞ സ്ഥലം നോക്കി അവർ ഇരുന്നു. ഹരിയേട്ടൻ ഇത് എന്താ പറ്റിയേ? എന്ത് കോല ഇത്? വിശ്വസിക്കാനാവാതെ അവൾ ചോദിച്ചു. പെട്ടെന്ന് അർച്ചനയെ അമ്പരപ്പിച്ചുകൊണ്ട് അവളുടെ കൈ കടന്നു പിടിച്ച് ശ്രീഹരി പൊട്ടിക്കരഞ്ഞു. അവൾ ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കിയിരുന്നു. അപ്പോൾ ബേറർ ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ടുവന്നു. അവൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, ഒന്നും പറയണ്ട, ആദ്യം എന്തെങ്കിലും കഴിക്കേ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ശ്രീഹരി ചോദിച്ചു, നീ എന്താ ഇവിടെ? എനിക്ക് റെയിൽവേയിലാണ് ജോലി. ചെന്നൈയിലായിരുന്നു ആദ്യ പോസ്റ്റിംഗ്. 1.5 കൊല്ലം. ഇപ്പോൾ ഇവിടേക്ക് ട്രാൻസ്ഫർ കിട്ടി ഞാൻ തിരിച്ചു വന്നതാണ്. സുഖമായിരിക്കുന്നു നീ? ആ, എനിക്ക് സുഖം. വിവാഹം? ഇല്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ പണ്ടേ ഹരിയേട്ടൻ്റെ ഭാര്യയായി കഴിഞ്ഞിരുന്നു. വേറൊരു വിവാഹത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എൻ്റെ മനസ്സും ശരീരവുമെല്ലാം പണ്ടേ ഞാൻ നിങ്ങൾക്ക് തന്നതാ. ഇനി നിങ്ങൾക്ക് പകരം മറ്റൊരാൾ എൻ്റെ ജീവിതത്തിലില്ല. കുറ്റബോധത്താൽ ശ്രീഹരി മുഖം കുനിച്ചു. ഹരിയേട്ടനും ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ സുഖമാണോ? അവളുടെ ചോദ്യം കേട്ട് അവനൊന്നും നെടുവീർപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഡിവോഴ്സായിട്ട് 1 വർഷം ആവുന്നു. അവൻ്റെ വാക്കുകൾ കേട്ട് അർച്ചന ഞെട്ടി. പിരിയാൻ മാത്രം എന്തുണ്ടായി? അതും ഇത്ര ചെറിയ കാലയളവിൽ. വിവാഹം കഴിഞ്ഞ് 1 വർഷമായപ്പോൾ പിരിയാൻ എന്തായിരുന്നു കാരണം? എനിക്ക് കുട്ടികളുണ്ടാകില്ല, അതായിരുന്നു പിരിയാനുള്ള കാരണം. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. പക്ഷെ അതാണ് സത്യം. വിവാഹത്തിന് മുൻപ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. 3-4 മാസത്തോളം
ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ആ ആക്സിഡൻറ്റിൽ എനിക്ക് കുട്ടികളുണ്ടാവാനുള്ള കഴിവ് നഷ്ടമായി. ഇനി ഒരിക്കലും ഒരു അച്ഛനാവാൻ എനിക്ക് കഴിയില്ലെന്ന്. വിവാഹം കഴിഞ്ഞ് കുറേ നാളായിട്ടും കുട്ടികളുണ്ടാകാത്തതിനെ തുടർന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് എനിക്കതിനുള്ള കഴിവില്ലെന്ന്. പിന്നെ അവൾക്ക് ബന്ധം പിരിയാൻ വളരെ എളുപ്പമായിരുന്നു. ഇപ്പോൾ അവൾ മറ്റൊരാളെ വിവാഹം ചെയ്ത് സന്തോഷമായിട്ട് കഴിയുന്നു. ശ്രീഹരി പറഞ്ഞത് വിശ്വസിക്കാനാവാതെ അർച്ചന ഇരിക്കുകയാണ്. ഇങ്ങനെയൊരു വിധി അവനുണ്ടാവുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സമയം ഒരുപാടായി. എനിക്ക് ഓഫീസിൽ പോകണം. ഒരു കൂട്ടുകാരനെ കൊണ്ട് വിടാമെന്നതാ. പിന്നീട് കാണാം. കണ്ടതിലും നന്നായിരിക്കുന്നു എന്നറിഞ്ഞതിലും സന്തോഷമുണ്ട്. ശ്രീഹരി പോയിട്ടും അവൾ അവിടെ തന്നെ ഇരുന്നു. അവൻ്റെ കാര്യമോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. 1.5 വർഷം കൊണ്ട് അവൾ ആകെ മാറിപ്പോയി. ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു. അന്നത്തെ കണ്ടുമുട്ടലിന് ശേഷം അർച്ചന പിന്നീട് ശ്രീഹരിയെ കണ്ടിരുന്നില്ല. അവൾ അവനെ വിളിച്ച് ശല്യം ചെയ്യേണ്ടെന്ന് കരുതി വിളിച്ചതുമില്ല. അതേസമയം ശ്രീഹരി ചിന്തിച്ചത് കണ്ടപ്പോൾ ഫോൺ നമ്പർ വാങ്ങിക്കാൻ മറന്നല്ലോ എന്നാണ്. ഇനി എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? അപ്പോഴാണ് അവൻ അവളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലെടുത്ത് നോക്കുന്നത്. 1.5 വർഷം മുൻപ് അവൾ അയച്ചൊരു വോയിസ് മെസ്സേജും അതിന് താഴെ ഇരട്ട കുഞ്ഞുങ്ങളുടെ ഫോട്ടോയും ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊരു ടെക്സ്റ്റ് മെസ്സേജും ഉണ്ടായിരുന്നു. അവൾ പണ്ടയച്ച മെസ്സേജിലൂടെ കണ്ണുകൾ ഒടിച്ചു. എന്നിട്ട് അവൾക്കൊരു ഹായ് അയച്ചിട്ട് അവൻ ഹെഡ്സെറ്റ് എടുത്ത് വോയിസ് പ്ലേ ചെയ്തു. അവളുടെ ശബ്ദം അവൻ്റെ കാതിൽ പ്രതിധ്വനിച്ചു. ഒരു ഷോക്കായിരുന്നു ശ്രീഹരിക്ക്. ഇത്രയും നാളും താൻ അറിയാതെ പോയ സത്യം മനസ്സൊരു തീച്ചുളയിൽ അകപ്പെട്ടതുപോലെ ബെന്തുരുക്കാൻ തുടങ്ങി. ഓഫീസിലിരുന്നിട്ട് അവൻ ഇരിപ്പുറപ്പിച്ചില്ല. അർച്ചനയെ കാണാൻ അവൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. അപ്പോൾ തന്നെ ശ്രീഹരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി. ആദ്യമായി അവൻ്റെ മനസ്സിൽ അവളോട് പ്രണയം തോന്നി. നെഞ്ചിൽ തട്ടിത്തോന്നിയ വികാരം. ആദ്യമായി അവൻ്റെ മനസ്സ് അവളെ കാണാൻ അതിയായി ആഗ്രഹിച്ചു. അവളോട് അടക്കാനാവാത്ത പ്രണയം തോന്നി അവന്. പ്രണയമെന്ന വികാരം എന്തെന്ന് അവനപ്പോൾ മനസ്സിലാക്കുകയായിരുന്നു. അവൻ്റെ നെഞ്ച് തുടികൊട്ടി. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ശ്രീഹരി അർച്ചനയെ അന്വേഷിച്ചു. അർച്ചനയെ കണ്ട മാത്രയിൽ ശ്രീഹരി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മക്കൾ എവിടെ വെച്ചു? എനിക്കവരെ കാണണം. എന്നോട് നീ ക്ഷമിക്കില്ലേ? നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കാതെ പോയി. നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട് കരയിപ്പിച്ചു. അതിന് ദൈവം തന്ന ശിക്ഷയാണിത്. മനസ്സുകൊണ്ട് നിനക്ക് ഞാൻ പണ്ടേ നിന്റെ ഭർത്താവായിരുന്നില്ലേ? എൻ്റെ ഭാര്യയെ നിനക്കെൻ്റെ ജീവിതത്തിലേക്ക് വന്നൂടെ? ഇത്ര നാളും നീ തനിച്ച് നമ്മുടെ മക്കളെ നോക്കി വളർത്തി. ഇനി നിന്നെ ഞാൻ തനിച്ചാക്കില്ല മോളെ. ഇനി ഒരായുസ് മുഴുവനും നിന്നെ ഞാൻ കൈവിടിയില്ല. ഞാൻ തിരിച്ചറിയാതെ പോയ നിന്റെ സ്നേഹത്തിന് മുൻപിൽ എൻ്റെ ജീവൻ തന്നാലും മതിയാവില്ല. പഴയതൊക്കെ മറന്ന് എന്നോട് ക്ഷമിച്ച് നീ വരില്ല എൻ്റെ ഒപ്പം. ഒരിക്കൽ നിന്നെ ഞാൻ കൈവിട്ട് കളഞ്ഞത് എൻ്റെ ബുദ്ധിമോശം കൊണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നിന്റെ സ്നേഹവും നിന്റെ വികാരവും നിന്റെ മനസ്സുമെല്ലാം. നിന്നെ മനസ്സിലാക്കാനും എൻ്റെ തെറ്റുകൾ തിരിച്ചറിയാനും ഞാൻ വൈകിപ്പോയി. നീ എനിക്ക് തന്ന സ്നേഹത്തിന് ഞാൻ ഒരു വിലയും കൽപ്പിച്ചില്ല. ഇപ്പോൾ ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അന്ന് നീ എനിക്ക് തന്ന സ്നേഹത്തിന് പകരം നിന്നെ സ്നേഹം കൊണ്ട് പൊതിയണം. പ്രണയം എന്തെന്ന് പഠിപ്പിച്ചത് നീയാണ്. നിന്നിലൂടെയാണ് ഞാൻ പ്രണയമെന്ന വികാരത്തെ മനസ്സിലാക്കിയത്. അതിനെനിക്ക് ഇത്രയും വർഷം വേണ്ടി വന്നു. ഒരവസരം കൂടി തരില്ലേ നിനക്ക്? വരില്ലേ അച്ചു? നീ എൻ്റെ ഒപ്പം പുതിയൊരു ജീവിതത്തിനായി? അർച്ചന ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വൈകുന്നേരം വീട്ടിൽ വന്ന ശേഷം അവൾ ഫോണെടുത്ത് ശ്രീഹരിയെ വിളിച്ചു. ഹലോ, ഞാൻ അർച്ചനയാണ്. അച്ചു, നീയോ? നീ എന്ത് തീരുമാനിച്ചു? ആർദ്രമായ സ്വരത്തിൽ അവൻ ചോദിച്ചു. ഇനി ഹരിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല. ഒരിക്കൽ എന്നെ ഒഴിവാക്കിയതല്ലേ? ഇപ്പോൾ എനിക്ക് ജോലിയുണ്ടെന്നും നിങ്ങളുടെ മക്കളുടെ അമ്മയാണെന്നും അറിഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനൊരു മനമാറ്റം വന്നത്. പോരാത്തതിന് ഇനി കുട്ടികളും ഉണ്ടാവില്ല. അതുകൊണ്ട് വേറെ പെണ്ണിനെ കിട്ടുകയുമില്ല. അതുകൊണ്ടല്ലേ ഇപ്പം എന്നെയും മക്കളെയും വേണമെന്ന് തോന്നിയത്. മക്കളിൽ അവകാശം ഉണ്ടെങ്കിലും ഇനി ഹരിയേട്ടൻ്റെ ജീവിതത്തിൽ
ഞാൻ കടന്നു വരില്ല. അച്ചു, നീ ഇങ്ങനൊന്നും പറയല്ലേ. എനിക്കറിയാം നിന്റെ മനസ്സ്. എന്നോട് നിനക്ക് ഇപ്പോഴും ആ പഴയ ഇഷ്ടം അതുപോലെയുണ്ട്. അവൾ പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്തു. എല്ലാം കേട്ടുകൊണ്ട് അവൾക്ക് പിന്നിൽ സുധാമണി നിൽപ്പുണ്ടായിരുന്നു. അവർ അവൾക്കരികിൽ വന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർച്ചന സുധാമണിയെ കെട്ടിപ്പിടിച്ചു. എന്തിനാ മോളെ നീ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അവനോടൊപ്പമുള്ള ജീവിതം എൻ്റെ കുട്ടി ഒരുപാട് മോഹിച്ചതല്ലേ? അമ്മേ, എനിക്ക് ഹരിയേട്ടനെ ഇഷ്ടമാണ്. മനഃപൂർവ്വമാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവൻ തെറ്റ് മനസ്സിലാക്കി നിന്നെ വിളിച്ചിട്ടും നീ അങ്ങനെ പറഞ്ഞല്ലോ. അവന് നല്ല വിഷമമായി കാണും. അത്രയെങ്കിലും ഞാൻ പറയണ്ടേ അമ്മേ? ഇഷ്ടമാണ്. ഹരിയേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ഒരിക്കൽ പോലും ഞാനൊന്ന് വെറുത്തിട്ടില്ല. എന്നെ വേണമെന്ന് ഹരിയേട്ടൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാളെ എന്നെ കാണാൻ ഉറപ്പായിട്ടും വരും. അവൾ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. പിറ്റേന്ന് അർച്ചനയെ കാണാൻ ശ്രീഹരി എത്തി. കുട്ടികളെയും കളിപ്പിച്ചുകൊണ്ട് അർച്ചന വരാന്തയിൽ ഇരിക്കുമ്പോഴാണ് ശ്രീഹരി വരുന്നത്. കയറി വന്നപ്പോൾ തന്നെ അർച്ചനയുടെ മടിയിലിരിക്കുന്ന തൻ്റെ മക്കളെ ശ്രീഹരി കണ്ടു. ശ്രീഹരിയെ കണ്ടതും കുട്ടികളുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. ശ്രീഹരി വിസ്മയത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. അർച്ചനയുടെ മുഖത്തും നോക്കി. അപ്പോൾ സുധാമണിയും വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. മോനാണോ ശ്രീഹരി? അതെ. അവൻ രണ്ടുപേരെയും എടുത്ത് മാറി മാറി ഉമ്മ വെച്ചു. ഇനി ഇവർ അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ചു വളരണം. അർച്ചനയുടെ മുഖത്ത് നോക്കി ശ്രീഹരി പറഞ്ഞു. നാളെ ശിവപെരുമാൾ ക്ഷേത്രനടയിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടി ഞാൻ എൻ്റെ ഭാര്യയാക്കും. ശേഷം നമ്മൾ പോകുന്നത്, ഇനി നമ്മൾ താമസിക്കുന്നതും എൻ്റെ വീട്ടിലാണ്. അമ്മയും ഒപ്പം വരണം, ശ്രീഹരി സുധാമണിയോട് പറഞ്ഞു. അർച്ചന എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ശ്രീഹരി തടഞ്ഞു. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. ഞാനീ പറഞ്ഞത് കേട്ടാൽ മതി. ഇനി ഇവിടെ ഒറ്റയ്ക്ക് കഴിയണ്ട. എന്നും നിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കും. പിറ്റേന്ന് രാവിലെ ശിവപെരുമാളിൻ്റെ തിരുനടയിൽ ശിവനെ സാക്ഷിയാക്കി അർച്ചനയുടെ കഴുത്തിൽ ശ്രീഹരി താലി കെട്ടി. അവൾ കണ്ണടച്ച് മഹാദേവനെ പ്രാർത്ഥിച്ചു. എൻ്റെ ഹരിയേട്ടനും കുഞ്ഞുങ്ങൾക്കും നല്ലത് വരുത്തണേ ഈശ്വരാന്ന്. എല്ലാം നന്നായി നടക്കണേയെന്നും. തിരികെ വീട്ടിൽ പോരുന്നേരം കാറിൽ വെച്ച് അവളുടെ കാതിൽ ശ്രീഹരി മന്ത്രിച്ചു. നീ പഴയതിലും സുന്ദരിയായിട്ടുണ്ട്. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. ഒരു നീർത്തുള്ളി അവൻ്റെ കൈത്തണ്ടയിൽ ഏറ്റു വീണു. അവൻ കൈയെടുത്ത് അവളുടെ കണ്ണുനീർ തുടച്ചു. പണ്ട് ഈ അമ്പലനടയിൽ വെച്ച് എന്നെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത് കാണാത്ത ഭാവത്തിൽ പോയതാ. നിന്നെ ആദ്യമായിട്ട് കണ്ടത് ഈ ക്ഷേത്രമുറ്റത്താണ്. ഈ ജന്മം എൻ്റെ പെണ്ണ് നീയായിരുന്നു. ഇനിയുള്ള ജന്മത്തിലും എനിക്ക് നിന്നെ മതി. ദൈവം എനിക്ക് കണ്ടുവച്ചത് നിന്നെയായിരുന്നു. ഞാനത് മനസ്സിലാക്കിയില്ല. വൈകിയാണെങ്കിലും നിന്നെ ആദ്യമായി കണ്ടുമുട്ടിയ ഇവിടെ വെച്ച് തന്നെ നിന്നെ എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. പണമോ സൗന്ദര്യമോ അല്ല മനുഷ്യൻ നല്ലവനാക്കുന്നത്. അവൻ്റെ പ്രവൃത്തിയിലും ഉള്ളിലെ നന്മയിലും സ്നേഹത്തിലുമാണ്. വൈകിയാണെങ്കിലും എനിക്കെൻ്റെ തെറ്റുകൾ മനസ്സിലായി. അത് തിരുത്താൻ ദൈവം എനിക്ക് അവസരവും തന്നു. ഒരു തേങ്ങലോടെ അർച്ചന അവൻ്റെ തോളിൽ മുഖം ചായച്ചു. അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ ചുംബിച്ചു. അവസാനിച്ചു. ഈ രചന എഴുതിയത് ശിവപ്രിയ.